നമസ്കാരം. ഡോക്ടർ ബി അശോകനെയും എൻ പ്രശാന്തിൻ്റെയും സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും ഒരു 8ൻ്റെ പണി വച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറി. സമ്പൂർണ്ണമായി അദ്ദേഹം പണി കൊടുക്കാതെയല്ല ചെയ്തിരിക്കുന്നത്. ആ ഉത്തരവിൽ, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഈ മാസം 30-ാം തീയതിയോടുകൂടി ജൂൺ 30-ന് ജയിത്തിലേക്ക് പോകും, ഗവൺമെൻറ്റിൽ നിന്ന് മാറും. ജയിത്തിലേക്കിന് പുതിയ പോസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിന് ഇടതുപക്ഷ ലൈനിൽ നിൽക്കുന്നു. ഒരുപാട് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ബ്ലാക്ക് മാർക്ക് ഉള്ളതായിട്ടാണ് ആരോപണം ഡോക്ടർ ബി അശോകും പ്രശാന്തും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ ജയതിലകന് റിട്ടയർ ആയാൽ ഉടനെ തന്നെ ഒരു പോസ്റ്റ് ഈ ഗവൺമെൻറ്റിൽ കിട്ടുക അത്ര പ്രായോഗികമല്ല. നേരത്തെ ആണെങ്കിൽ പിന്നെ റിട്ടയർ ആയാൽ ലോക്നാഥ് ബെഹ്റ DGP റിട്ടയർ ആയി ഉടനെ തന്നെ കൊച്ചി മെട്രോയിൽ കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഓരോ റിട്ടയർ ആവുന്ന ആളുകളെയും പുതിയ ലാവണങ്ങളിലേക്ക് കയറ്റും. പക്ഷേ അങ്ങനെ ലാവണങ്ങളിൽ കയറ്റാൻ സാധ്യതയില്ലാത്തൊരു പേരാണ് ഡോക്ടർ ജയതിലക്. അതുകൊണ്ട് തന്നെ ജയതിലക് ഈ മാസം 30-ന് പോകുന്നത് കൊണ്ട് തന്നെ ആരെയും ഭയക്കുന്നുമില്ല, പേടിക്കുന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ ഇറക്കിയ ഉത്തരവിൽ ഡോക്ടർ ബി അശോകനും എൻ പ്രശാന്തിനും സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്നുള്ളതല്ലാതെ അവരുടെ അച്ചടക്ക നടപടികൾ തുടരും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത്. അതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഉണ്ടായിരുന്ന ഡിസിപ്ലിനറി ആക്ഷൻസ് അതിൻ്റെ നടപടി അനുസരിച്ച് തുടരും. സസ്പെൻഷൻ പിൻവലിച്ചു. പക്ഷേ ഇതിനിടയിൽ കേൾക്കുന്ന വാർത്ത ഡോക്ടർ ബി അശോകൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആക്കുമെന്ന് കേൾക്കുന്നു. ആഭ്യന്തര രമേശ് ചെന്നിത്തല മിനിസ്റ്റർക്ക് താല്പര്യമുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ ഡോക്ടർ ബി അശോക് പങ്കെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ പ്രശാന്തിനെ സംബന്ധിച്ചും അദ്ദേഹം ഇരുന്ന വകുപ്പ് ആയിരിക്കുമോ കൊടുക്കുക, അതോ ഇനി പുതിയ വകുപ്പ്? അശോകനാണെങ്കിൽ കൃഷി വകുപ്പിലിരുന്നു, ഇനി കൃഷി വകുപ്പ് കൊടുക്കുമോ, അതോ കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു, കാർഷിക സർവകലാശാല VC ആയിരുന്നു, നിരവധി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ കൃഷി വകുപ്പിലെ ഒരു പുതിയ കമ്പനിയുടെ MD ആണ്. നിരവധി പോസ്റ്റുകളാണ് അദ്ദേഹത്തിനുള്ളത്. അത് തന്നെ കൊടുക്കുമോ അതോ പുതിയ പോസ്റ്റ് അദ്ദേഹത്തിന് കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറിയായി അത് അശോക് വരും എന്നൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ പരിപാടികളാണ് കേൾക്കുന്നത്. ഇതിനിടയിൽ മറ്റ് ചില കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില പൊസിഷൻ, മുഖ്യമന്ത്രി ഓഫീസിൽ ആൾറെഡി 2 IAS വന്നു കഴിഞ്ഞു. സ്പെഷ്യൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഉമേഷ് IASഉം അതുപോലെ തന്നെ നേരത്തെ ഇലക്ഷൻ കമ്മീഷണറും വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി വരാനൊരു സാധ്യത അവിടെ കുറവാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ സെക്രട്ടറിയായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്യാമ്പയിനും മറ്റു കാര്യങ്ങളൊക്കെ, ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ക്യാമ്പയിനുകളും മറ്റ് പരിപാടികളൊക്കെ നടക്കുകയാണല്ലോ, അവിടെ വരാനുള്ള സാധ്യത വളരെ വലുതാണ്. അത് നമുക്കറിയില്ല, അവിടെ തന്നെ വരുമോ എന്നറിയില്ല. എന്തായാലും എൻ പ്രശാന്തിൻ്റെയും അശോകൻ്റെയും പോസ്റ്റുകൾ റീസിഗേറ്റ് ചെയ്തവരെ അല്ലെങ്കിൽ അവരെ പിന്നെ വീണ്ടും സസ്പെൻഷൻ കഴിച്ച് സസ്പെൻഷനിൽ നിന്ന് മാറ്റി സർവീസിലേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1.5-2 മാസത്തോളമായി ഡോക്ടർ ബി അശോകൻ്റെ സസ്പെൻഷൻ വന്നിട്ട്, 2 വർഷത്തോളമായി എൻ പ്രശാന്തിൻ്റെ സസ്പെൻഷൻ വന്നിട്ട്. രണ്ടുപേരുടെയും പേരിലുള്ള ആക്ഷേപം എന്ന് പറയുന്നത് വളരെ തമാശയാണ്. അഴിമതി നടത്തിയതോ സ്വജനപക്ഷപാതം നടത്തിയതോ കാശ് കട്ടതോ ഒന്നും അല്ല. അവർ കൊലപാതകം ഒന്നും ചെയ്തില്ല. അവർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, ചാനലിൽ പറഞ്ഞു, ചീഫ് സെക്രട്ടറിക്കെതിരെ പറഞ്ഞു എന്നുള്ളതാണ് എൻ പ്രശാന്തിനെതിരെയുള്ള ചാർജ്. ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ വിമർശിച്ചു, അല്ലെങ്കിൽ ഗവൺമെൻറ് വോട്ട് കിട്ടാതെ LDFന് വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചില അഭിപ്രായങ്ങൾ ചാനലുകളോടും പത്രങ്ങളോടൊക്കെ പറഞ്ഞു അത് എന്ന് പറഞ്ഞാണ് ഡോക്ടർ ബി അശോകനെതിരെ നടപടി വന്നത്. അപ്പോൾ 2 നടപടിയും, ഒന്ന് ഡോക്ടർ ബി അശോക് ഈ IAS അസോസിയേഷൻ്റെ, കേരളത്തിലെ IAS അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, IAS ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രശാന്തും അതിൻ്റെ ഭാരവാഹിയായിട്ടൊക്കെ ഇരുന്നതാണ്. അപ്പോൾ എന്നിട്ടും അവർക്ക് കൃത്യമായ നടപടിയാണ് അവരുടെ പേരിൽ വന്നത്. 2 പേർക്ക്, ഒരാളിന് 2.5 വർഷം, ഒരാൾ 2-3 മാസം, 2 മാസത്തോളമായി. എന്തായാലും പ്രശാന്ത് തിരിച്ചു വന്നപ്പോൾ അവരുടെ പോസ്റ്റും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ നടപടി തുടരുമോ ഇല്ലയോ ഉപേക്ഷിച്ചോ എന്നും പറഞ്ഞിട്ടില്ല. ആകപ്പാടെ പറഞ്ഞത് സസ്പെൻഷൻ പിൻവലിച്ചു എന്നാണ്. അപ്പോൾ അതൊരു 8ൻ്റെ പണിയാണ്, വീണ്ടും ചൊറിയുന്ന. അതേസമയം മുഖ്യമന്ത്രി VD സതീശൻ കൊടുത്ത നിർദ്ദേശം, ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത നിർദ്ദേശം 2 പേരുടെയും പോസ്റ്റുകൾ കൂടി ഉൾപ്പെടെ, അതായത് ഇത് അവരെ തിരിച്ചെടുക്കുകയും നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കുറിപ്പ് കൂടി അതിനകത്ത് വേണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും അത് അവസാനിപ്പിക്കുന്നില്ല. മാത്രമല്ല, മുഖ്യമന്ത്രി ഭരണത്തിൽ വന്ന് ആദ്യ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടെങ്കിലും അത് വീണ്ടും 10-20 ദിവസം നീണ്ടുപോയി. അപ്പോൾ ഇന്നലെയാണ് ഓർഡർ വന്നിരിക്കുന്നത്. ഇനി അന്യമുണ്ട്. അപ്പോൾ ഇവർ സസ്പെൻഷനിൽ നിൽക്കുമ്പോൾ ഇവർക്കെതിരെയുള്ള നടപടികളുണ്ട്, അത് അന്വേഷണ നടപടികളുണ്ട്, അത് തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പക്ഷെ അതും കൂടി നിർത്തിവെക്കണം എന്നുള്ളതാണ് CM-ൻ്റെ ആഗ്രഹം. ഗവൺമെൻറ്റിൻ്റെ ഒരു നയവും അത് നിർത്തിവെക്കണം. കാര്യം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഒരു സസ്പെൻഷനാണ് രണ്ടുപേരുടെ കാര്യത്തിലും എന്നൊക്കെയുള്ള ചിന്തകളാണ് കിടക്കുന്നത്. എന്തായാലും പ്രശാന്തിനെ കീ പോസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അശോകനെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആക്കണം എന്നുള്ള അല്ലെങ്കിൽ ആകും എന്നുള്ള ചർച്ചകളും കാണുന്നു. അതിന് റവന്യൂ വകുപ്പാണോ ആഭ്യന്തര വകുപ്പാണോ പ്ലാനിംഗ് ബോർഡാണോ ഏത് വകുപ്പിലാണ് അദ്ദേഹം വരികയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.